ഒരു സ്ത്രീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആ സ്ത്രീയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റമാരോപിച്ചു പോലീസ് ഒരാൾക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡിന്റെ 511 306 വകുപ്പുകൾ അഥവാ ഭാരതീയ ന്യായ സംഹിതയുടെ 62 108 വകുപ്പുകൾ പ്രകാരം കുറ്റപത്രം സമർപ്പിച്ചു. IPCയുടെ 511 306 വകുപ്പുകൾ പ്രകാരം ഒരാൾക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണാക്കുറ്റം നിലനിൽക്കുമോ എന്നതായിരുന്നു ഈ കേസിൽ ഉയർന്നുവന്ന ചോദ്യം. IPCയുടെ 306 വകുപ്പ് അഥവാ BNSന്റെ 108 വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണക്കുറ്റം സ്ഥാപിക്കാനായി പ്രോസിക്യൂഷന് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തെന്നും ആത്മഹത്യാ പ്രേരണക്കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി ആത്മഹത്യ ചെയ്ത വ്യക്തിയെ അതിനു പ്രേരിപ്പിച്ചെന്നും തെളിയിക്കേണ്ടതാണ്. IPCയുടെ 107 വകുപ്പ് അഥവാ BNSന്റെ 45 വകുപ്പ് പ്രകാരം ഒരാളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ, കുറ്റം ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ പങ്കുചേരൽ, കുറ്റം ചെയ്യുന്നതിനു വേണ്ട സഹായം നൽകൽ എന്നിവയെല്ലാം പ്രേരണാക്കുറ്റത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കേസിൽ സുപ്രീം കോടതി എത്തിച്ചേർന്ന നിഗമനപ്രകാരം ഒരാൾക്ക് മറ്റൊരാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കാം. എന്നാൽ ആത്മഹത്യക്ക് ശ്രമിച്ചു നോക്കാൻ ആർക്കും ആരെയും പ്രേരിപ്പിക്കാനാവില്ല. ഒരാളുടെ ആത്മഹത്യയിൽ ആരുടെയും പ്രേരണയില്ലെങ്കിൽ IPCയുടെ 306 വകുപ്പ് അഥവാ BNSന്റെ 108 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്താനാവില്ല. സുപ്രീം കോടതിയുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കി കേരള ഹൈക്കോടതി ആദ്യമേ പ്രസ്താവിച്ച വിധിയിൽ പറയുന്നത് IPCയുടെ 511 വകുപ്പും 306 വകുപ്പും പ്രകാരം പരാജയപ്പെട്ട ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ കേസിൽ ആത്മഹത്യ ചെയ്യാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചയാൾ ശിക്ഷാർഹനാണ് എന്നതാണ്. എന്നിരുന്നാലും പിന്നീട് വന്ന ഒരു കേസിൽ കേരള ഹൈക്കോടതിയുടെ മറ്റൊരു സിംഗിൾ ജഡ്ജി സുപ്രീം കോടതിയുടെ വിധി പിന്തുടർന്നില്ല. സുപ്രീം കോടതിയുടെ തീരുമാനത്തെ അവലംബിക്കുന്നതിനു പകരം കോടതി വിധിച്ചത് IPCയുടെ 511 വകുപ്പും 306 വകുപ്പും പ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ലെന്നാണ്. ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടെങ്കിൽ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചയാളാണ് IPCയുടെ 309 വകുപ്പ് അഥവാ BNSന്റെ 226 വകുപ്പ് പ്രകാരം കുറ്റത്തിന് ബാധ്യസ്ഥൻ. IPCയുടെ 309 വകുപ്പ് പ്രകാരമുള്ള ആത്മഹത്യാ ശ്രമത്തിന്റെ ഭരണഘടനാപരമായ സാധുത ഒരു തർക്കവിഷയമായിരുന്നു. സുപ്രീം കോടതി ആദ്യം അത് ഭരണഘടനാപരമല്ലെന്നു പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഒരു ഭരണഘടനാ ബെഞ്ച് ആ പ്രഖ്യാപനം തിരുത്തുകയുണ്ടായി. IPCയുടെ 309 306 വകുപ്പുകൾക്ക് ഭരണഘടനാപരമായ സാധുതയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. പ്രധാനമായും ഭരണഘടനാ ബെഞ്ച് സ്പഷ്ടമായി പ്രസ്താവിച്ചത് 306 വകുപ്പ് ആത്മഹത്യക്കു പ്രേരണ നൽകുന്നതിന് ശിക്ഷ നിർദ്ദേശിക്കുമ്പോൾ 309 വകുപ്പ് ആത്മഹത്യാ ശ്രമത്തിനാണ് ശിക്ഷ നിർദ്ദേശിക്കുന്നതെന്നാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് 306 വകുപ്പിനു കീഴിൽ വരില്ലെന്നും അത് IPCയുടെ 309 വകുപ്പും 107 വകുപ്പും പ്രകാരം മാത്രമാണ് ശിക്ഷാർഹമാകുന്നതെന്നും കോടതി വ്യക്തമാക്കി. ചുരുക്കിപ്പറഞ്ഞാൽ ഒരാളെ ആത്മഹത്യാശ്രമത്തിന് പ്രേരിപ്പിച്ചുവെന്ന കുറ്റം ഒരാളുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ ആ കുറ്റം IPCയുടെ 511 വകുപ്പും 306 വകുപ്പും പ്രകാരം നിയമപരമായി നിലനിൽക്കുന്നതല്ല. പകരം IPCയുടെ 309 വകുപ്പും 107 വകുപ്പും പ്രകാരമുള്ള കുറ്റമാണ് ആത്മഹത്യാശ്രമത്തിന് പ്രേരണ നൽകിയെന്ന ആരോപണമുയരുന്ന കേസുകളിൽ ചുമത്തപ്പെടേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.